താരമാമാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായ താരമാമാങ്കം, താരമഹോത്സവം. മലയാളത്തിൻ്റെ താരമഹോത്സവം എന്നൊക്കെ പറയില്ലേ, അതുപോലെ മലയാളത്തിൻ്റെ താരമാമാങ്കം ഇതാ നിങ്ങൾക്കായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അതെ, നമ്മുടെ പാട്രിയറ്റ് റിലീസാവാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിഗംഭീരമായ താരമാമാങ്കം, താരയുദ്ധം, താര പെർഫോമൻസ് അത് കാണാൻ വേണ്ടി, അത് ആസ്വദിക്കാൻ വേണ്ടി മലയാളികൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആഗ്രഹിച്ച് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ മുന്നിലേക്ക് സിനിമ വരാൻ വേണ്ടി പോവാണ്. മലയാള സിനിമാ ലോകം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും അതുപോലെ തന്നെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അഭിനയ മികവും ഒക്കെ കൂടി കുഴച്ചുകൊണ്ട് മലയാളികൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ ഉടൻ തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഉടൻ തന്നെ റിലീസ് ഡേറ്റ് തന്നെ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകണം. അതായത് ലാലേട്ടനും മമ്മൂട്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും ഒന്നിച്ച് ഒരേ സ്ക്രീനിൽ എന്താണ് നമ്മളങ്ങനെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വരികയാണ്. ഫാൻസിൻ്റെ കാര്യം പിന്നെ പറയാമല്ലോ. ഫാൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞാടാം. മമ്മൂട്ടി ലാലേട്ടൻ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ അതേ പെർഫോമൻസിൽ, അതേ ആവേശത്തിൽ, അതേ പവറിൽ ഇങ്ങനെ ഫാൻസുകൾ ഇങ്ങനെ ആവേശം കൊണ്ട് ഇങ്ങനെ തിമിർത്താടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. മമ്മൂക്കാട് ലാലേട്ടൊക്കെ ഫാൻസ് പറയേണ്ട ആവശ്യമില്ല. കാരണം ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു താരങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഓരോരോ വെറൈറ്റി അതുപോലെ ഡയലോഗുകൾ, അവരുടെ ലുക്കുകൾ, അതുപോലെ തന്നെ അവരുടെ അഭിനയത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഫാൻസുകൾ തീർച്ചയായിട്ടും തിയേറ്റർ പൂരപ്പറമ്പാക്കും. മമ്മൂട്ടി ലാലേട്ടൻ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന പോലെ തന്നെ ഫാൻസും എന്ത് ചെയ്യും, തിയേറ്റർ പൂരപ്പറമ്പാക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇങ്ങനെ ഹരം കൊണ്ട് പുളകിതരാകുന്നൊക്കെ പറയുന്ന ലെവലിൽ അപ്പോൾ ഹരം കൊണ്ട് പുളകിതരാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവേശം ഇങ്ങനെ എന്താ പറയുക, ഒരു വാനോളം ഉയർത്തിക്കൊണ്ട് അതിൻ്റെ ആ ഒരു ലഹരി ഉണ്ടല്ലോ. സിനിമ കണ്ട് സ്വന്തം താരങ്ങൾ, അതായത് മനസ്സിൽ ആരാധിക്കുന്ന, എന്താ പറയുക, മനസ്സിലിങ്ങനെ ആരാധിച്ച് ഇങ്ങനെ എന്താ പറയുക, ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന താരങ്ങളാണ് ആര്, മമ്മൂട്ടി ലാലേട്ടനും. ഫാൻസുകാർ എന്ത് ചെയ്യാണ്, ലാലേട്ടനായാലും മമ്മൂക്കായാലും അവർ ഫാൻസുകാർ ഓട്ടോമാറ്റിക്കായി മനസ്സിലിങ്ങനെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് താരങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കി. അപ്പോൾ അവർ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ തിയേറ്റർ ഇങ്ങനെ പൂരപ്പുറമ്പാക്കുമ്പോൾ വരുന്ന ആവേശം നിറഞ്ഞ് അതിങ്ങനെ അങ്ങനെ എന്താ പറയുക, പ്രകമ്പനം ഇങ്ങനെ ആ ലെവലിൽ ഇങ്ങനെ വാനോളം ഉയർത്തുമ്പോൾ ആ ലെവലിൽ ആരാധകരിങ്ങനെ വാനോളം നിറഞ്ഞാടും, അതായത് അഴിഞ്ഞാടും എന്നൊക്കെ പറയില്ല, ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അതായത് പാട്രിയറ്റ് റിലീസാവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫാൻസിനോടെ ബുക്കിംഗൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആരാധകർക്ക് ആവേശത്തിലാണ്. മലയാളികൾ ഇന്ന് വരെ കാണാത്ത, അതായത് മലയാള സിനിമാ ലോകം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള മേക്കിങ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറി, അഭിനയങ്ങൾ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. താരനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ താരനിര. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ രീതിയിലുള്ളൊരു മികച്ച താരനിര ഉണ്ടായിട്ടില്ല മലയാള സിനിമാ ലോകത്ത്. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു വമ്പൻ താരനിരയുമായിട്ടാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞ കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ മഹാതാരങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഒരേ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ മലയാളികളുടെ മനസ്സെന്താവും, അതുകൊണ്ട് ഇങ്ങനെ പുളകിതമായി എന്താ പറയുക, രോമാഞ്ചിഫിക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെ ആ ലെവലിലേക്ക്, ആ ഒരു റേഞ്ചിലേക്ക് എത്തി നിൽക്കും, അല്ലെങ്കിൽ എത്തിക്കും. അതിനുള്ള കഴിവ് ആർക്കുണ്ട്? മമ്മൂക്കാക്കുണ്ട്, ലാലേട്ടനുണ്ട്. രണ്ട് താരങ്ങളും എന്താ പറയുക, ഒരേ രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള സിനിമയാണെന്നാണ് പറഞ്ഞത് പാട്രിയറ്റ്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഫാൻസുകൾ, അതായത് മമ്മൂക്കയാണോ കൂടുതൽ ബെറ്റർ അല്ലെങ്കിൽ ലാലേട്ടനാണ് കൂടുതൽ ബെറ്റർ, ഇങ്ങനെ തോന്നിപ്പോകുന്ന ലെവലിലേക്ക് ഓരോരോ സീനുകളും കാണുമ്പോൾ ജനങ്ങൾക്ക് ഓരോരോ സസ്പെൻസുകളും കാര്യങ്ങളൊക്കെ, ആ സീനുകളും കാര്യങ്ങളും കാണുമ്പോൾ ഇതാണോ മമ്മൂക്കയാണോ മികച്ചു നിൽക്കുന്നത്, ലാലേട്ടനാണോ മികച്ചു നിൽക്കുന്നത്, ആ രീതിയിൽ
ഇങ്ങനെ ചിന്തിച്ച് കാട് കയറിപ്പോവും. ആ ലെവലിലേക്കുള്ള സീനുകളും ഷോട്ടുകളാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്നാണ് സിനിമയുടെ സംവിധായകൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ റേഞ്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, സിനിമയുടെ റേഞ്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം ആ ലെവലിലേക്ക് മലയാളത്തിലെ ഒരു ബാഹുബലി എന്ന് പറയാൻ പറ്റുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, മലയാളത്തിലെ ബാഹുബലി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ബാക്കിലുണ്ട്. അപ്പോൾ ഈ സിനിമ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കോടികൾ ഇങ്ങനെ അമ്മാനാടാൻ വേണ്ടി കോടികൾ അമ്മാനമാടാൻ വേണ്ടി പോവാണ്. 300 കോടി കളക്ഷൻ്റെ മുകളിൽ മലയാള സിനിമാ ലോകം ഇന്ന് വരെ കണ്ടത് 300 കോടിയാണ്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് 400 കോടി വരെ എത്താൻ സാധ്യതയുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ വൻ ഹിറ്റാവുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വൻ ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.